രക്ഷയുടെ ഈശോ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളെ കാണുമ്പോൾ തന്നെ സിസ്റ്ററിനറിയാം നിങ്ങൾ നല്ല മിടുക്കന്മാരും മിടുക്കികളുമായിട്ടാണ് ഇരിക്കുന്നതെന്ന്. കഴിഞ്ഞ ഒരാഴ്ച ഈശോയുടെ അനുഗ്രഹം സ്വീകരിക്കാൻ എല്ലാവരും ഈശോയുടെ കൂടെ നടന്നില്ലേ? നിങ്ങളെ കാണുമ്പോൾ തന്നെ, നിങ്ങളുടെ മുഖം കാണുമ്പോൾ തന്നെ അതിൻ്റെ നല്ല ഐശ്വര്യവും സന്തോഷവും ഒക്കെ സിസ്റ്ററിനെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചാണ് നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത്. സിസ്റ്റർ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കണേ. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന നല്ല ഈശോയെ, അങ്ങയുടെ അനുഗ്രഹം സ്വീകരിക്കുവാൻ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുമ്പോൾ വിശുദ്ധരായ നിഷ്കളങ്കതയുള്ള നല്ല കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ, ഈശോയുടെ അനുഗ്രഹം സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഇനി കണ്ണുകൾ തുറന്ന് എല്ലാവരും നല്ല ഉച്ചത്തിൽ നല്ല സ്വരമുയർത്തി നിങ്ങൾ പ്രാർത്ഥിച്ചു. സിസ്റ്റർ ഇവിടെ കേട്ടു. നല്ല മിടുക്കരാകട്ടോ. എങ്കിൽ നമുക്കിരിക്കാം. ഇന്ന് സിസ്റ്റർ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ആരെക്കുറിച്ചാണ് സിസ്റ്റർ കഥ പറയുന്നതെന്നോ? വിശുദ്ധ റോസിനെക്കുറിച്ച്. വിശുദ്ധ റോസിനെ നിങ്ങൾക്കറിയാമോ? സിസ്റ്റർ പറഞ്ഞു തരാട്ടോ. വിശുദ്ധ റോസ് നിങ്ങളെപ്പോലെ തന്നെ കുഞ്ഞായിരിക്കുമ്പോൾ, വിശുദ്ധ റോസിന് എഴുത്തും വായനയും ഒന്നും അറിയില്ല കേട്ടോ. കുഞ്ഞായിരിക്കുമ്പോൾ നിങ്ങളിപ്പോൾ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. വിശുദ്ധ റോസാണെങ്കിൽ നിങ്ങളെക്കാളും കുഞ്ഞാണ്. റോസിന് എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയത്തില്ല. ഇങ്ങനെ പക്ഷേ ഒരു കാര്യം റോസിന് നന്നായിട്ടറിയാം. അവൾക്ക് അവളുടെ വീട്ടിലെ രൂപക്കൂട്ടിലിരിക്കുന്ന ഉണ്ണീശോയെ അവൾക്ക് സ്നേഹിക്കാനറിയാം. ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണീശോയെ. എപ്പോഴും ഉണ്ണീശോയോട് ചെന്നിട്ട് അവളിങ്ങനെ ഓരോ കാര്യം പറയും. എനിക്ക് അത് വേണം, ഇത് വേണം, പപ്പൻ്റെ രോഗം മാറണം, അങ്ങനെ ഓരോ കാര്യങ്ങളും ഈ റോസ് എന്ത് ചെയ്യുമായിരുന്നു? ഉണ്ണീശോയോട് പോയി പറയുമായിരുന്നു. ഒരു ദിവസം ഈ റോസിൻ്റെ ചേട്ടായി കൂട്ടുകാരോടുകൂടെ കളിക്കാനൊക്കെ പോയി. റോസിനെ വീട്ടിൽ നിന്ന് ചേട്ടായിയുടെ കൂടെ കളിക്കാൻ വിട്ടില്ല. അപ്പോൾ റോസിന് എന്തായി? റോസിന് ഭയങ്കര സങ്കടമായി. റോസ് ഒരു പുസ്തകമൊക്കെ എടുത്തു, അമ്മയുടെ അടുത്ത് നിന്ന് വായിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് എന്തോ തിരക്കായിരുന്നതുകൊണ്ട് അമ്മ എന്ത് പറഞ്ഞു? നീ ഇപ്പോൾ അവിടെ പോയിരിക്കുക, ഞാൻ പിന്നെ വായിച്ചു തരാമെന്ന് പറഞ്ഞു. റോസ് ഇങ്ങനെ വളരെ വിഷമിച്ച് കളിക്കാൻ പോകാൻ പറ്റുന്നില്ല, വായിക്കാൻ അറിയില്ല, അങ്ങനെ വിഷമിച്ചിരുന്നപ്പം മുറ്റത്ത് ഒരു സുന്ദരനായ കൊച്ച് നിൽക്കുക. അപ്പോൾ ആ കൊച്ച് റോസിനോട് ചോദിച്ചു, നീ കളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ റോസ് ഓടിപ്പോയി ആ കൊച്ചിൻ്റെ കൂടെ കളിക്കാനൊക്കെ കൂടി. റോസിന് ഇഷ്ടപ്പെട്ട കല്ലുകളിയാണ് അവർ കളിച്ചത്. കളിയൊക്കെ കഴിഞ്ഞ് വെച്ചിട്ട് ഈ കളിക്കാൻ വന്ന കൊച്ച് റോസിനോട് ചോദിച്ചു, നിൻ്റെ പേരെന്താ? അപ്പോൾ റോസ് പറഞ്ഞു, എൻ്റെ പേര് ഉണ്ണീശോയുടെ റോസ് എന്നാണ്. അല്ല, നിൻ്റെ പേരെന്താണ് എന്ന് റോസ് ഈ കൊച്ചിനോട് ചോദിച്ചു. അപ്പോൾ ആ കൊച്ചു പറഞ്ഞു, എൻ്റെ പേര് റോസിൻ്റെ ഉണ്ണീശോ എന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ റോസ് ചോദിച്ചു, അപ്പോൾ നീ രൂപക്കൂട്ടിലിരിക്കുന്ന ഉണ്ണീശോയാണോ? അപ്പോൾ ഉണ്ണീശോ പറഞ്ഞു, അതെ, ഞാൻ നിൻ്റെ സങ്കടം കണ്ട് നിന്നോടുകൂടെ കളിക്കാൻ വന്ന നിൻ്റെ ഉണ്ണീശോയാണെന്ന് പറഞ്ഞു. അപ്പോൾ റോസ് ചോദിച്ചു, അങ്ങനെയെങ്കിൽ എന്നെ വായിക്കാൻ പഠിപ്പിക്കുമോ? അപ്പോൾ ഉണ്ണീശോ എന്താ പറഞ്ഞേ? അതിനെന്താ സംശയം, നീ ഓടിപ്പോയിട്ട് ഒരു പുസ്തകം എടുത്തിട്ട് വരാൻ പറഞ്ഞു. റോസ് ഓടിപ്പോയി ഒരു പുസ്തകം എടുത്തുകൊണ്ട് വന്നു. അത് വായിക്കാൻ തുടങ്ങി. അവളുടെ അമ്മ വന്നപ്പോൾ ഈ റോസ് ഇത് വായിക്കുന്നത് കണ്ടിട്ട് അവളുടെ അമ്മ വന്നു. നോക്കിയപ്പോൾ ഒരു കുഴപ്പവുമില്ലാതെ എല്ലാം ഇങ്ങനെ റോസ് വായിച്ചു പോകുക. അപ്പോൾ റോസിനോട് ചോദിച്ചു, ആരാണ് നിന്നെ വായിക്കാൻ പഠിപ്പിച്ചതെന്ന്. അമ്മ വന്നപ്പോഴേക്കും എന്തിയെ? ഉണ്ണീശോയെ കാണാനുമില്ല. അപ്പോൾ റോസ് പറഞ്ഞു, ഉണ്ണീശോയാണ് എന്നെ വായിക്കാൻ പഠിപ്പിച്ചതെന്ന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ റോസിൻ്റെ ജീവിതത്തിലെ ഈ സംഭവം? റോസിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണിത്. ഈശോയോട് ചേർന്നിരുന്നാൽ, ഈശോയെ എപ്പോഴും നമ്മൾ കൂട്ടുവിളിച്ചാൽ ഈശോ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താ പഠിച്ചത്? ഈശോയുടെ
അനുഗ്രഹം സ്വീകരിക്കാനായിട്ട് ഈശോയോട് ചേർന്നിരിക്കണം. നിഷ്കളങ്കതയുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഈശോയുടെ അനുഗ്രഹം ലഭിക്കുന്നത്. എല്ലാ വലിയ ആൾക്കാരോടും മുതിർന്നവരോടുമൊക്കെ കുഞ്ഞുങ്ങളെപ്പോലെ നിഷ്കളങ്കരാകാനാണ് ഈശോ പറയുന്നത്. നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾക്ക് എന്തു ലഭിക്കുന്നു? ദൈവരാജ്യം ലഭിക്കുന്നു. നിങ്ങളുടെ മാതാപിതാക്കളും മുതിർന്നവരും അധ്യാപകരുമൊക്കെ നിങ്ങളെ ചില കുസൃതികളൊക്കെ കാണിക്കുമ്പോൾ വഴക്കു പറയാറില്ലേ? ചിലപ്പോൾ തല്ലി തരാറില്ലേ? ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നേ? നമ്മൾ നന്നാകാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അതുപോലെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും, ഉടുപ്പ്, ചെരുപ്പ്, നമുക്ക് വേണ്ട ഭക്ഷണം, ഇങ്ങനെയെല്ലാം നമുക്ക് നമ്മുടെ പപ്പയും മമ്മിയും ഒക്കെ നമുക്ക് വാങ്ങിത്തരുന്നുണ്ട്. അതുപോലെ നമുക്ക് പഠിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ അധ്യാപകരും നമ്മുടെ സിസ്റ്റേഴ്സും നമ്മുടെ അച്ഛന്മാരും നമ്മുടെ ചേട്ടായിമാരും ചേച്ചിമാരും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ നന്മയിലേക്ക് വളരാൻ നമുക്ക് സന്തോഷമായ കാര്യങ്ങൾ ഇതെല്ലാം ഇവരിലൂടെ ആര് പറഞ്ഞിട്ടാണ് നമുക്ക് തരുന്നത്? ഈശോ പറഞ്ഞിട്ടാണ് നമുക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ മാതാപിതാക്കളും മുതിർന്നവരുമൊക്കെ നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ എന്നും നന്മയിലേക്ക് നല്ല കുഞ്ഞുങ്ങളെ വളരുവാൻ നമ്മെ ശിക്ഷിക്കുന്നതും നമ്മെ വഴക്കു പറയുന്നതും നമ്മെ അടിക്കുന്നതും പപ്പയും മമ്മിയുമൊക്കെ നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നതുമൊക്കെ അവരുടെ മനസ്സിൽ ആര് പ്രചോദനം കൊടുത്തിട്ടാണ്? ഈശോ പ്രചോദനം നൽകിയിട്ടാണ് നമ്മുടെ പപ്പയും മമ്മിയുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മെ വഴക്കു പറയുന്നതും അടിക്കുന്നതുമൊക്കെ. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ വഴക്കു പറയുമ്പോഴും ഉപദേശിക്കുമ്പോഴുമൊക്കെ നിങ്ങൾ ദേഷ്യപ്പെടണോ? നിങ്ങൾ അവർ പറയുന്നത് അനുസരിക്കുകയാണ് വേണ്ടത്. എന്തുകൊണ്ടാണെന്ന് ആ സിസ്റ്റർ പറഞ്ഞു തന്നത്? ഈശോയ്ക്ക് നമ്മെ കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മുടെ മാതാപിതാക്കളിലൂടെ ഈശോ നമ്മെ നന്മയുള്ളവരാക്കി വളർത്തുവാനായിട്ട് നമ്മെ സഹായിക്കുന്നത്. ഇനി കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു ഈശോയുടെ അനുഗ്രഹം സ്വീകരിക്കുവാൻ വേണ്ടി ഈശോയുടെ അടുത്തേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന അമ്മമാരെക്കുറിച്ചല്ലേ? നല്ല അമ്മമാരെന്തു ചെയ്യും? ഈശോയുടെ അനുഗ്രഹം സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ ഈശോയോട് ചേർത്ത് നിർത്തും. നിങ്ങളുടെ മമ്മിയും പപ്പയുമൊക്കെ നല്ല മമ്മിയും പപ്പയല്ലേ? അവരെന്തു ചെയ്യും? ഈശോയുടെ അനുഗ്രഹം സ്വീകരിക്കുവാൻ വേണ്ടി ഈശോയോട് നിങ്ങളെ ചേർത്ത് നിർത്തും. അതിനാണ് കുരിശ് വരയ്ക്കുമ്പോഴൊക്കെ സന്ധ്യാപ്രാർത്ഥനയുടെയൊക്കെ സമയത്ത് നിങ്ങളെ എന്തു ചെയ്യുന്നത്? നിങ്ങളെ മുൻവശത്തേക്ക് കയറ്റിയിരുത്തുന്നത്. വാതിലിൻ്റെ മറവിലും കട്ടിലിൻ്റെ സൈഡിലും അങ്ങനെയൊന്നും പോയിരിക്കാണ്ട് സോഫയിലൊക്കെ ഇങ്ങനെ ചാരിയിരിക്കാണ്ട് എന്തു ചെയ്യും? നിങ്ങളെ മുന്നോട്ട് കയറ്റിയിരുത്തും. അത് എന്തുകൊണ്ടാണ്? ഈശോയുടെ അനുഗ്രഹം സ്വീകരിക്കുവാൻ വേണ്ടി നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ മുന്നോട്ട് കയറ്റിയിരുത്തുന്നതാണ്. ഇനി നിങ്ങൾ കുരിശ് വരയ്ക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യണം? ഈശോയുടെ അനുഗ്രഹം സ്വീകരിക്കാൻ വേണ്ടി മുൻപോട്ട് കയറിയിരിക്കണം. നമുക്ക് ഇനി ഒരു പാട്ട് പഠിക്കാം അല്ലേ? സിസ്റ്റർ പാടിത്തരാം, നിങ്ങൾ കേട്ട് പഠിക്കണേ. കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാം ഈശോയേ, ഈശോയേ, ആശ്വാസം നീയല്ലോ. കുഞ്ഞായി വന്നു പിറന്നവൻ, കുഞ്ഞുങ്ങളാകാൻ പറഞ്ഞവൻ, കുഞ്ഞായി വന്നു പിറന്നവൻ, കുഞ്ഞുങ്ങളാകാൻ പറഞ്ഞവൻ, സ്വർഗത്തിൽ ഒരു പൂന്തോട്ടം നല്ല കുഞ്ഞുങ്ങൾക്കായി തീർത്തവനെ, സ്വർഗത്തിൽ ഒരു പൂന്തോട്ടം നല്ല കുഞ്ഞുങ്ങൾക്കായി തീർത്തവനെ, നീ വരൂ നീ വരൂ പൂന്തിങ്കളായി, നീ വരൂ നീ വരൂ പൂന്തന്നലായി, നീ വരൂ നീ വരൂ പൂന്തിങ്കളായി, നീ വരൂ നീ വരൂ പൂന്തന്നലായി. ഇഷ്ടപ്പെട്ടോ കുഞ്ഞുങ്ങൾക്ക് ഈ പാട്ട്? നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി പഠിക്കാനുള്ള, ഇനി ചെയ്യാനുള്ള ഹോംവർക്ക് എന്താണെന്ന് കൂടെ നമുക്ക് കേട്ടിട്ട് നമുക്ക് ഈ പാട്ട് ഒരിക്കൽ കൂടി പാടാം. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ എന്താ ചെയ്തത്? അനുഗ്രഹം വാങ്ങാനായി നിങ്ങളുടെ പേരാണ് നിങ്ങൾ പുസ്തകത്തിൽ എഴുതിയത്. ഈ ആഴ്ച എന്താ ചെയ്യേണ്ടതെന്നോ? നിങ്ങൾക്ക് മാത്രം ഈശോയുടെ അനുഗ്രഹം മതിയോ? പോരാ. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഈ അനുഗ്രഹം മേടിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 6 കൂട്ടുകാരുടെ പേര്
നിങ്ങളുടെ ഈ ബുക്കിൽ എഴുതി വെക്കണം. ആ 6 കൂട്ടുകാരെയും ഈശോ എന്തു ചെയ്യും? അവരുടെ വീടുകളിൽ പോയി ഈശോ അവരെ അനുഗ്രഹിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 6 കൂട്ടുകാരുടെ പേര് ഈ ചാർട്ടിൽ നിങ്ങൾ എഴുതണം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്കൊരു വചനം വേഗം പഠിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 16-ാമത്തെ തിരുവചനമാണ് നമ്മൾ പഠിക്കുന്നത്. സിസ്റ്റർ ഒരിക്കൽ പറഞ്ഞു തരും, നിങ്ങളത് കേട്ട് സിസ്റ്ററിൻ്റെ കൂടെ പറയണേ. ശിശുക്കൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. ലൂക്ക 18:16. ഈ 12-ാമത്തെ പാഠഭാഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചതെന്ന് നമുക്ക് വേഗം ഒന്ന് ഓർമ്മിച്ച് നോക്കിയാലോ. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഈശോയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. കുഞ്ഞുങ്ങളെപ്പോലെ നിഷ്കളങ്കരായവർക്കാണ് എന്ത്? ദൈവരാജ്യം. മുതിർന്ന ആൾക്കാരോടും ഈശോ എന്താണ് പറയുന്നത്? കുഞ്ഞുങ്ങളെപ്പോലെ നിഷ്കളങ്കരായിരിക്കുവാൻ. അതോടൊപ്പം ഈശോയോട് ചേർന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണ് ഈശോ അനുഗ്രഹം നൽകുന്നത്. ഈശോയുടെ അടുത്ത് വരുന്ന കുഞ്ഞുങ്ങളെ ഈശോ എടുത്ത് മടിയിൽ വയ്ക്കുന്നു, ലാളിക്കുന്നു. അമ്മമാർ ഈശോയുടെ അനുഗ്രഹം സ്വീകരിക്കുന്നതിന് വേണ്ടി കുഞ്ഞുങ്ങളെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. ഓരോ നിമിഷവും നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ നമ്മൾ ഈശോയോട് ചേർന്നിരിക്കണം. ഇതൊക്കെയാണ് ഈ പാഠഭാഗത്ത് നമ്മൾ പഠിച്ചത് അല്ലേ. നമുക്കൊരിക്കൽ കൂടെ പാട്ട് പാടിക്കൊണ്ട് കുരിശ് വരച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ആക്ഷൻ കാണിച്ചു പാടും. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാം ഈശോയേ, ഈശോയേ, ആശ്വാസം നീയല്ലോ. കുഞ്ഞായി വന്നു പിറന്നവൻ, കുഞ്ഞുങ്ങളാകാൻ പറഞ്ഞവൻ, കുഞ്ഞായി വന്നു പിറന്നവൻ, കുഞ്ഞുങ്ങളാകാൻ പറഞ്ഞവൻ, സ്വർഗത്തിൽ ഒരു പൂന്തോട്ടം നല്ല കുഞ്ഞുങ്ങൾക്കായി തീർത്തവനെ, സ്വർഗത്തിൽ ഒരു പൂന്തോട്ടം നല്ല കുഞ്ഞുങ്ങൾക്കായി തീർത്തവനെ, നീ വരൂ നീ വരൂ പൂന്തിങ്കളായി, നീ വരൂ നീ വരൂ പൂന്തന്നലായി, നീ വരൂ നീ വരൂ പൂന്തിങ്കളായി, നീ വരൂ നീ വരൂ പൂന്തന്നലായി. ഇഷ്ടപ്പെട്ടില്ലേ പാട്ട്? നിങ്ങൾ ഈ ക്ലാസ് യൂട്യൂബൊക്കെ നോക്കി 2-3 പ്രാവശ്യം കേട്ട് ഈ പാട്ടും പാഠവും എല്ലാം നിങ്ങൾ വേഗം നന്നായി പഠിക്കണേ. നമുക്ക് കുരിശ് വരച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും വേഗം എഴുന്നേറ്റ് നിന്നേ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.